കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു അച്ഛനും മകനും ടീനേജറായിട്ടുള്ള ഒരു 10-13-14 വയസ്സുള്ള മകനും ഭയങ്കര ആർഗ്യുമെൻ്റാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഞാൻ പറയുന്ന ഒന്നും ഇവൻ്റെ തലയിൽ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ. മോനാണെങ്കിൽ തിരിച്ചിട്ട് എന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുവാണ്, ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കിട്ടിട്ടിട്ടിട്ട് അവസാനം അച്ഛൻ മോനെ പിടിച്ചെടുത്തുള്ളതുള്ളൂ. ഓക്കെ, അപ്പോൾ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് അമ്മയോട് പറയും, ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് പോയി നിൽക്കുമെന്ന് പറയും. അങ്ങനെ ഭയങ്കരമായിട്ട് ലാഷ് ചെയ്ത് ഡോറൊക്കെ പട്ടാക്കെന്ന് അടിച്ചിട്ട് കുഞ്ഞാണെങ്കിൽ എവിടെ പോവും? അമ്മൂമ്മയുടെ അടുത്ത് പോവും. അപ്പം ഇത് കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് ഈ അമ്മൂമ്മേൻ്റെ അടുത്ത് അമ്മൂമ്മ ഈ മോനോട് വന്നിട്ട് പറയും, മോനെ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, അച്ഛനൊരു നെഞ്ചുവേദന വന്നു എന്ന് പറയും. അപ്പം കുട്ടിക്കങ്ങ് വല്ലാതെ ഷോക്കാവും. അപ്പം എന്ത് ചെയ്യും? ഓടിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. അച്ഛൻ കിടന്നതിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയാം, അച്ഛാ ഐ എം റിയലി സോറി, ഞാൻ കാരണമാണോ അച്ഛൻ ഇങ്ങനെ വന്നത്? അച്ഛൻ അറിയാവോ, ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ അയക്കാനായിട്ട് ഇങ്ങനൊരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ എന്തോ എൻ്റെ ഉള്ളിൽ അത് അയക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് കാണിക്കും മോന്. ഐ എം വെരി സോറി അച്ഛാ, പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഡ്രാഫ്റ്റിൽ ഇങ്ങനെ ഇട്ടേക്കുക. സെയിം ടൈം അച്ഛനും മോനോട് പറയും, അന്ന് രാത്രിയിൽ ഞാനും വിചാരിച്ചു ഐ എം സോറി, യു പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇതേപോലൊരു മെസ്സേജ് ഇട്ടു. പക്ഷേ അച്ഛൻ്റെ ഉള്ളിലെ ആ ഒരു ഈഗോ കാരണം അച്ഛനും ഇത് അയച്ചില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ഈഗോ കാരണം നമ്മൾ ആ സോറി എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. വി ആക്ച്വലി ഹാവ് ദിസ് ടെൻഡൻസി ഓഫ് അപ്പോളജൈസിങ്. പക്ഷെ ഇത് ഇവരോട് പറയുകയില്ല. ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ വെച്ചേക്കും. അവർ എന്നോട് പറയട്ടെ എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും മക്കളാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ, വിഷമിപ്പിച്ചോ, ദേഷ്യപ്പെട്ടോ, ആ സെക്കൻഡിൽ തന്നെ അത് അപ്പോളജൈസ് ചെയ്യുക. കിടന്നുറങ്ങുമ്പോൾ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. യു വിൽ ഫീൽ വെരി ലൈറ്റ്. ഓക്കെ.